ജുഡീഷ്യറിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. കോടതിയിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. ജഡ്ജിമാർ നിയമനിർമ്മാതാക്കളായി പ്രവർത്തിക്കുന്നു. ജുഡീഷ്യറി സൂപ്പർ പാർലമെന്റായി പ്രവർത്തിക്കുന്നതിലും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. We cannot have situation where you direct President of India. And on what basis? The only right you have under the Constitution is to interpret the Constitution under Article 145(3). President of India is a very elevated position. President takes oath to preserve, protect and defend the Constitution. This oath is taken only by President and her appointees, the governors. Everyone, the Prime Minister, the Vice President, the ministers, the parliamentarians, the judges, they take oaths to abide by the Constitution. But to defend the Constitution, to preserve the Constitution, to protect the Constitution, that is the oath of the President of India. കൂടുതൽ ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, വലിയ ആശങ്ക തന്നെയാണ് ഉപരാഷ്ട്രപതി പങ്കുവച്ചത്. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിച്ചത്? കോടതിക്കെതിരെ രൂക്ഷമായ വിമർശനം, പ്രത്യേകിച്ച് സുപ്രീം കോടതി അടുത്തിടെ നടത്തിയിട്ടുള്ള വിധി പ്രസ്താവവുമായി ബന്ധപ്പെട്ടാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുകയും ഇത്തരത്തിൽ ചില ജഡ്ജിമാർ സൂപ്പർ പാർലമെന്റായി പ്രവർത്തിക്കുന്നു എന്നുള്ള വിമർശനം നടത്തുകയും ചെയ്തിട്ടുള്ളത്. നിയമസഭയ്ക്കും ഉദ്യോഗസ്ഥരും നിർവഹിക്കേണ്ട റോളുകളിലേക്ക് ജുഡീഷ്യറി കടന്നു ചെല്ലുകയാണ് എന്ന വിമർശനമാണ് ഉപരാഷ്ട്രപതി കൂടിയായിട്ടുള്ള ജഗ്ദീപ് ധൻകർ ചൂണ്ടിക്കാട്ടിയത്. കൂടാതെ അടുത്തിടെ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള ഗവർണർമാർ ഇത്തരത്തിൽ നിയമസഭകൾ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഗവർണർമാർക്ക് അയക്കുന്ന ബില്ലുകളിൽ സമയപരിധിക്കുള്ളിൽ നടപടിയെടുക്കണമെന്ന വിധിയിൽ രാഷ്ട്രപതിയോടും അത്തരത്തിലുള്ള നിർദ്ദേശം കോടതി മുൻപോട്ട് വെച്ചിരിക്കുകയാണ്. അത് രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് പോലും എതിരായിട്ടുള്ള പ്രവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ചില ജഡ്ജിമാർക്ക്, അദ്ദേഹം എടുത്തു പറഞ്ഞത്, ചില ജഡ്ജിമാർക്ക് അത്തരത്തിലുള്ള ഉത്തരവാദിത്വ ബോധം, ഭരണഘടനാ തത്വങ്ങൾ പാലിക്കേണ്ട ബോധമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്ന രൂക്ഷമായ വിമർശനമാണ് ജഗ്ദീപ് ധൻകർ നടത്തിയിട്ടുള്ളത്. ജുഡീഷ്യറി ചില ഘട്ടങ്ങളിൽ അതിര് കടക്കുന്നതായി തനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിയമനിർമ്മാണ സഭകൾ, നിയമസഭയും പാർലമെന്റും ഉദ്യോഗസ്ഥരും നിർവഹിക്കേണ്ട റോളുകളിലേക്ക് പലപ്പോഴും ജുഡീഷ്യറി അനാവശ്യമായി കടന്നു ചെല്ലുന്നു എന്ന കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടാതെ ഭാരതത്തിന്റെ രാഷ്ട്രപതിക്ക് നിർദ്ദേശം നൽകുന്ന സാഹചര്യം എങ്ങനെയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത് എന്ന കാര്യം കൂടിയാണ് അദ്ദേഹം എടുത്തു ചോദിച്ചിട്ടുള്ളത്. അത്തരത്തിൽ സുപ്രീം കോടതിയുടെ അടുത്തിടെ നടന്നിട്ടുള്ള വിധി പ്രസ്താവവുമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ ചില വിമർശനങ്ങൾ ജഗ്ദീപ് ധൻകർ ഉന്നയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് നിലവിൽ നിയമനിർമ്മാണ സഭ പാസാക്കിയിട്ടുള്ള വഖഫ് നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള ഹർജി സുപ്രീം കോടതി പരിഗണിച്ചു കൊണ്ടിരിക്കുകയും കൂടിയാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് നിയമസഭയുടെയും നിയമനിർമ്മാണ സഭകളുടെയും ഉദ്യോഗസ്ഥരുടെയും എക്സിക്യൂട്ടീവ്സിന്റെയും റോളുകളിലേക്ക് സുപ്രീം കോടതി എത്തുന്നു. ചില ജഡ്ജിമാർ ഇത്തരത്തിൽ ഭരണഘടനാ തത്വങ്ങൾ പോലും പാലിക്കാതെ അത് അവർക്ക് ബാധകമല്ല എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന വിമർശനം ഉപരാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു ആണ് വിശദാംശങ്ങൾ നൽകിയത്.